നമസ്കാരം. ഹരി വിജയ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രിൻറ്റിങ്ങിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. എന്താണ് പ്രിൻറ്റിങ്ങിൻ്റെ ഉത്ഭവം? കടലാസ്, അച്ചടി ആവിർഭാവത്തിൻ്റെ മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. അടിസ്ഥാനപരമായ അച്ചടി എന്നതൊരു കലയും ഒരു ശാസ്ത്രവും കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിൻറ്റിങ് എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രിൻറ്റിങ് ചൈനയിൽ തുടങ്ങി എന്ന് പൊതുവായ ഒരു ധാരണ. എന്നാൽ AD 770 ജപ്പാനിലെ രാജ്ഞി ഷുട്ടാക്കോ എന്ന രാജ്ഞി ജപ്പാനിലെ തുടർന്ന ഒരു പടർന്നു പിടിച്ചിരുന്ന വസൂരിക്ക് കാരണം അത് ദൈവകോപമാണെന്ന വിശ്വാസത്താൽ അതിൻ്റെ നിവാരണത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തി അത് 10 ലക്ഷം പ്രതികൾ അടിച്ച് എടുക്കുവാൻ ഉത്തരവിട്ടു. തുടർന്നാണ് പ്രിൻറ്റിങ്ങിൻ്റെ തുടക്കമെന്ന് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ചില ചരിത്രകാരന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. ഈ പ്രാർത്ഥനയിലേക്ക് വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും പബ്ലിക്കിന് തിരിച്ചറിയുവാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന കല്ല്, അതായത് പുക കൊണ്ടുണ്ടാക്കി പുകയിൽ കരിച്ച് കരിയിൽ വെള്ളം ചേർത്ത് അങ്ങനെ മഷി രൂപത്തിലാക്കി അക്ഷരത്തിൽ പുരട്ടി അതിന്മേലെ കടലാസിൻ്റെ ഒരു പാടിൽ അമർത്തി അങ്ങനെ കടലാസിൽ പതിപ്പിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി 6 വർഷം നിരന്തരമായി പരിശ്രമിക്കേണ്ടി വന്നു എന്നാണ് അറിയപ്പെടുന്നത്. 2-ാം നൂറ്റാണ്ടോടുകൂടി ചൈനക്കാർ ഈ സമ്പ്രദായത്തെ ഒരു പരിധിവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും എന്നാൽ 10-ാം നൂറ്റാണ്ടായപ്പോൾ അവസാനത്തോടുകൂടി ഇതൊരു പുസ്തകം പോലെയുള്ള രീതിയിലേക്ക് കടലാസുകളിലേക്ക് നാണയങ്ങളിലേക്കും ഇത് നിർമ്മിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അക്ഷരങ്ങളെ കൊത്തി അതിൽ ആക്കുന്നതിനൊക്കെ ശ്രമിച്ചു. അക്ഷരങ്ങളാക്കി കൊത്തിയെടുക്കുന്നതിനൊക്കെ ശ്രമിച്ചുവെങ്കിലും അതൊന്നും അത്ര പ്രായോഗികമായി നടന്നില്ല. എന്നാൽ 11-ാം നൂറ്റാണ്ട് വരെ മന്ദഗതിയിൽ പോയിരുന്ന അച്ചടി സമ്പ്രദായത്തെ AD 1049 പിഷാങ് എന്ന ചൈനക്കാരനെ കളിമണ്ണ് ഉപയോഗിച്ച് ഉള്ള ഒരു അക്ഷര ശൃംഖലകൾ ഉണ്ടാക്കുകയും ആ ലെറ്റേഴ്സുകളെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുകയും അതേ തുടർന്ന് അത് നിവൃത്തിയാക്കുവാൻ ചൈനയിലെ അക്ഷരങ്ങൾ 1000-ൽ പരം അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ട് അത് പ്രായോഗികമായി നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തുടർന്നത് ആ പരീക്ഷണങ്ങളെ വിജയിക്കാതെ പോയി. തുടർന്ന് ജർമ്മൻകാരനായ ജർമ്മനിയിലെ ജർമ്മൻ മെയിൽസ്റ്റിങ്സ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് യോനാസ് ഗുട്ടൻബർഗിൻ്റെ പ്രവർത്തന ഫലമായി 1440 ഒറ്റ ടൈപ്പ് ലെറ്റേഴ്സിൽ ലോകം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. എന്നാൽ ലോകം കൊണ്ട് നിർമ്മിക്കുകയും ശ്രമിച്ചു. അങ്ങനെ നിർമ്മിച്ചു. എന്നാൽ സാമ്പത്തിക പരാധീനത മൂലം അത് അച്ചടി യന്ത്രങ്ങളെ സംബന്ധിച്ച് ആ ടൈപ്പുകളെ സംബന്ധിച്ച് വിപുലമായ ഗവേഷണങ്ങൾ നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടത് അത് നടന്നുവെങ്കിലും അതിനെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തെ അച്ചടിയുടെ ആചാര്യനായി കണക്കാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗുണ്ടൻബർഗിനെ ആ അച്ചടിയുടെ ആചാര്യനാക്കി. അതിനുശേഷം ഉള്ള പുരോഗതിയിൽ വേഗം ഗുണ്ടൻബർഗിന് അതിനുശേഷം വളരെ പുരോഗതി വ്യാപിക്കുകയും വില്യം കാൾസ്റ്റൺ എന്ന ഇംഗ്ലണ്ടുകാരൻ ആദ്യത്തെ പ്രിൻ്ററായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇദ്ദേഹം അതിന് മറ്റ് പരീക്ഷണങ്ങളൊക്കെ നടത്തി. അദ്ദേഹം അത് പ്രിൻ്റർ എന്നുള്ള നാമധേയം അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചു. ലണ്ടനിലെ ആദ്യത്തെ പ്രിൻ്ററായിട്ട് കണക്കാക്കപ്പെടുന്നു വില്യം കാൾസ്റ്റൺ എന്ന പ്രിൻ്ററായിട്ട് അദ്ദേഹം തുടരുകയും
തുടങ്ങി അത് അദ്ദേഹം ബെൽജിയം അതുപോലെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അനേക വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അതിനുശേഷം 1476 ലണ്ടനിലേക്ക് തിരിച്ചു വരികയും ദി റെഡ് പെയിൽ എന്ന നാമധേയത്തിലെ വെസ്റ്റ് മിസ്റ്റേറിയൻ, അതായത് ലണ്ടനിലെ വെസ്റ്റ് മിസ്റ്റേറിയൻ എന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും അങ്ങനെ അച്ചടി യന്ത്രത്തെ കൊണ്ടുള്ള ആ പഴയ പ്രസ്സുകളെ രൂപവൽക്കരിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും തടി കൊണ്ടുള്ളതായതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് പുരോഗതിയിലെത്തിയില്ല എങ്കിലും പിന്നീട് 1800-ആം ആണ്ടിൽ ലണ്ടനിലെ സ്റ്റാൾ ഹോപ്പ് എന്നയാൾ പൂർണ്ണമായ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുകയും മണിക്കൂറുകൾ 200-ൽ കുറയാത്ത പ്രതികളെ അച്ചടിക്കുവാൻ പര്യാപ്തമാകുന്ന ടൈപ്പിലൊരു ടൈപ്പ് അദ്ദേഹം ഉണ്ടാക്കുകയും ലണ്ടനിലെ ടൈം എന്ന പത്രത്തിന് വേണ്ടി അദ്ദേഹം ഈ യന്ത്രത്തെ ഉപയോഗപ്പെടുത്തുകയും അതിൽ കൂടി ഇന്ന് ഈ അച്ചടിക്ക് വലിയ പ്രസിദ്ധി ഉണ്ടാകുകയും ചെയ്തു. തുടർന്ന് അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. അടുത്ത രണ്ടാം ഭാഗമായിട്ട് തുടർന്ന് ഈ വീഡിയോ രണ്ടാം ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. തുടർന്നുള്ള ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.